മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏതു പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്തുള്ളവനാണ്. അവൻ തായ്ലൻഡിലെ ഗുഹകളിൽ നിന്ന് അത്ഭുതത്തോട് രക്ഷപ്പെട്ടു വന്ന ചരിത്രമുണ്ട്. ശൂന്യാകാശത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഇവിടെ ലാവോസിലെ ഒരു കഥയാണ് ഞാൻ ഇനി പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. ചെളിയും പ്രളയജലവും നിറഞ്ഞ ഒരിടുങ്ങിയ ഗുഹയ്ക്കുള്ളിൽ ശ്വാസം പോലും എടുക്കാൻ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഇരുട്ടിൽ 10 പേർ. അവർ തള്ളി നീക്കിയത് 10 ദിവസങ്ങളാണ്. മെയ് 19-ാം തീയതി സ്വർണവും അപൂർവ ധാതുക്കളും തേടിയാണ് 8 ഗ്രാമീണർ ലാവോസിലെ സെൻട്രൽ സെസോംബൂൺ പ്രവിശ്യയിലെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങിയത്. 8 പേർ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഒരു ഉൾക്കിടിലമുണ്ടാവുന്നത്. അവർ ഉള്ളിൽ പ്രവേശിച്ച ഉടൻ അതിഭയങ്കരമായ മഴ, കനത്ത മഴയും വല്ലാത്ത ഇരുട്ടും. കനത്ത മഴ, തിമിർക്കുന്ന മഴ. ഗുഹയ്ക്കുള്ളിലേക്ക് ചെളിയും മണ്ണും ഇടിഞ്ഞു വീഴുന്നു, ഇരച്ചു കയറുന്നു. പുറത്തേക്കുള്ള വഴി ഏകദേശം പൂർണ്ണമായും അടഞ്ഞ മട്ടാണ്. ഗുഹയ്ക്കുള്ളിൽ ഇപ്പോൾ എത്ര പേർ? 10-12 പേരായിട്ട് എത്തിയവരിൽ 8 പേരാണ് ആദ്യം ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നത്. ആ 8 പേരിൽ ഒരാൾ മാത്രം അപ്പോൾ പെയ്ത മഴയിൽ കനത്ത പ്രളയജലത്തിൽ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. 8 പേരിൽ പ്രളയത്തിന്റെ തുടക്കത്തിൽ ഒരേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 7 പേർ ഇപ്പോഴും ആ രക്ഷപ്പെടുന്ന സമയത്ത്, ഒരാൾ രക്ഷപ്പെടുന്ന സമയത്തും ഗുഹയ്ക്കുള്ളിലേക്ക് പെട്ടുപോകുന്നു. ആ 7 പേരിൽ 5 പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. 2 പേർ ഇപ്പോഴും ആ ഗുഹയ്ക്കുള്ളിൽ കഴിയുകയാണ്. സംഭവം നടന്നിരിക്കുന്നത് ലാവോസിലാണ്. മലകൾ കൊണ്ടും ഗുഹകൾ കൊണ്ടും ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ലാവോസിൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട 8ാമത്തെ ആളാണ്, രക്ഷപ്പെട്ടു വന്നയാളാണ് 7 പേർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, 7 സഹോദരങ്ങൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലാവോസിന്റെ തലസ്ഥാനമായ വിയന്റിയാനിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് കാടും മലയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അതീവ ദുർഘടമായ ഭൂമിക്കടിയിൽ 100 മീറ്ററോളം താഴ്ചയിലുള്ള ഈ മരണക്കിണർ രൂപപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അസാധ്യമെന്നു തന്നെ പറയാം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ പ്രദേശത്താണ് ആ 5 പേരെ കണ്ടെത്തുന്നത്. അതിനു മുമ്പ് ഈ ടണലിന്റെ പ്രത്യേകത പ്രേക്ഷകർ അറിയണം. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യർ തായ്ലൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ഫിൻലാൻഡിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, അങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരടക്കമുള്ളവർ ആ കാട്ടിലേക്ക് കുതിച്ചെത്തി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെളിയും പ്രളയജലവും നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിൽ സ്വന്തം കൈ പോലും കാണാൻ കഴിയാത്ത അത്ര ഇരുട്ടായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. 4 കിലോമീറ്ററോളം കുത്തനെയുള്ള തെന്നിമാറുന്ന മലനിരകൾ താണ്ടിയാണ് അവർ ഈ ഗുഹയുടെ പ്രവേശ കവാടത്തിലെത്തുന്നത്. അവിടെ എത്തുമ്പോഴോ ഏകദേശം 45 ഡിഗ്രി ചെരിഞ്ഞു കിടക്കുന്ന പ്രതലം, 45 ഡിഗ്രി താഴേക്ക് അവർ ഇറങ്ങുന്നു. ശ്വാസം പോലും കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഭൂപ്രകൃതി. തെന്നിമാറുന്ന മലനിരകൾ താണ്ടി കനത്ത മഴയെ വകഞ്ഞുമാറ്റി ആ രക്ഷാപ്രവർത്തകർ ഗുഹാമുഖത്തെത്തി. 7 പേർ ഇപ്പോഴും ഗുഹയുടെ ഉൾഭാഗത്താണ്. ചില ഭാഗങ്ങളിൽ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കേവലം 45 സെന്റിമീറ്റർ മാത്രമായിരുന്നു ഗുഹയുടെ വീതി. കഷ്ടിച്ചൊരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഇടുങ്ങിയ വഴികൾ. നീണ്ട ദിവസങ്ങളുടെ തിരച്ചിലിനൊടുവിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബുധനാഴ്ച ആ അത്ഭുതം സംഭവിച്ചത്. ഗുഹയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 260 മീറ്റർ ഉള്ളിലായി മരണത്തോട് മല്ലിടിച്ച് 4 പേരെ കണ്ടെത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ആ ചെറിയ ഗുഹാ കവാടത്തിൽ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കടന്നു പോകാവുന്ന വഴിയിലൂടെ ആ രക്ഷാപ്രവർത്തകർ 260 മീറ്റർ മുന്നിലുള്ള ചെളി വകഞ്ഞു മാറ്റി കൈപോലും കണ്ടെത്താൻ പറ്റാത്ത കുറ്റാക്കുറ്റിരുട്ടിൽ 260 മീറ്റർ താണ്ടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച, അവിടെ ആ 5 പേർ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ആ നാട്ടുകാർ, രക്ഷാപ്രവർത്തകർ അവരെ രക്ഷപ്പെടുത്തി 260 മീറ്റർ താണ്ടി തിരികെ ഗുഹാമുഖത്തേക്കെത്തി. ശ്വാസമടക്കി പിടിച്ച് 3 ദിവസങ്ങളെടുത്തു. സാഹസികമായ ആ രക്ഷാദൗത്യത്തിനൊടുവിൽ വെള്ളിയാഴ്ച ആദ്യത്തെയാളെ പുറത്തെത്തിച്ചു. തൊട്ടടുത്ത ശനിയാഴ്ച മറ്റു 4 പേരെയും ജീവനോടെ പുറത്തെത്തിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത രക്ഷപ്പെടലുകളിൽ ഒന്നായി മാറി. ഇഴഞ്ഞു വരുന്ന മനുഷ്യര് കഷ്ടിച്ച് 45 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള ചില പ്രദേശങ്ങൾ,
കൈപോലും ഉയർത്തിയാൽ കാണാൻ പറ്റാത്ത കുറ്റാക്കുറ്റിരിട്ട്, ഏകദേശം 100 മീറ്ററോളം താഴ്ച, ചെളി നിറഞ്ഞ പ്രതലം. ഇത്രയും ദിവസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മനുഷ്യരെ അവർ പുറം ലോകത്തെത്തിച്ചു. അത്ഭുതകരമായ രക്ഷാപ്രവർത്തനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. 2018 ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ തായ്ലൻഡിലെ ഗുഹാ ദൗത്യത്തെയാണ് അന്ന് കുട്ടികളെ രക്ഷിച്ച വീരനായകരിൽ പലരും ഈ ലാവോസ് ദൗത്യത്തിലും പങ്കാളികളായുണ്ട്. ആദ്യമെത്തിയ ഒരാൾ, പിന്നീട് രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയ നിലവിലുള്ള 4 പേർ, മൊത്തം 5 പേർ രക്ഷാപ്രവർത്തന ദൗത്യത്തിലൂടെ തിരിച്ചു വന്നു. ഒരാൾ ആദ്യം രക്ഷപ്പെട്ടു വന്നു. ഇനി അവശേഷിക്കുന്നത് 8-ൽ 2 പേരാണ്. പുറത്തെത്തി അവർ സ്നേഹാലിംഗനം ചെയ്യുന്നതും തീർന്നുപോയി എന്ന് കരുതിയ നിമിഷത്തിൽ നിന്ന് ലോകം അവരെ തിരികെ പിടിച്ച നിമിഷത്തിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകളുമാണ് പ്രേക്ഷകർ കാണുന്നത്. ലാവോസിലായിരുന്നു ഈ സംഭവം. ഉള്ളിൽ കാണാതായ 2 പേർക്കായി പ്രകൃതിയോട് പൊരുതിക്കൊണ്ട് ആ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അവരും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു. തിരിച്ചു വരണം, തിരിച്ചു വരും. അത് സാധ്യമാണെന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ തായ്ലൻഡിൽ മാത്രമല്ല, ലാവോസിൽ മാത്രമല്ല, ശൂന്യാകാശത്ത് ഒറ്റപ്പെട്ടു പോയാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന മനുഷ്യരാണ് നമ്മൾ. ലോകത്തതിനുള്ള മനുഷ്യർ ഒരുമിച്ച് കൂട്ടുവന്നു എന്നതാണ് ലാവോസിലെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പ്രത്യേകത. അതിർത്തികളെല്ലാം മാഞ്ഞ രക്ഷാപ്രവർത്തന ദൗത്യമാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി 2 പേർ അവശേഷിക്കുന്നു. അവർക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഒരു ഇടവേളയ്ക്കു ശേഷം തുടരാം.